അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. സർ, അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ച ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആരോപണം അങ്ങ് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം. തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ചോദ്യം ചോദിക്കാൻ നമ്മൾ അനുമതി കൊടുത്തപ്പോൾ ഇതിനു മുൻപ് ഈ സഭയിൽ ഉണ്ടാകാതിരുന്ന ആരോഗ്യമന്ത്രിയെ കുറിച്ച് വളരെ മോശമായ ഇത് നടത്തിയത് ഒരു അംഗത്തിന് ചോദിച്ചതല്ല, തെറ്റാണ്. അങ്ങ് കിട്ടിയ അവസരം തെറ്റായിട്ട് ഉപയോഗിച്ചു. സർ, അവിടെ പറഞ്ഞിരിക്കുന്നത് ആശുപത്രി വികസന ഫണ്ടിലെ പണം താൽക്കാലിക ജീവനക്കാർക്ക് കൊടുക്കാനും നഴ്സുമാരെ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ആ നഴ്സുമാരെ വെക്കാനും പാരാമെഡിക്കൽ സ്റ്റാഫിനൊക്കെ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ വെക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് സാധാരണ ആ ഫണ്ട് ഉപയോഗിക്കുന്നത്. നന്നായി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാ. സാർ, ഇവിടെയുള്ള ഗൗരവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രികളിൽ ഉപകരണങ്ങളില്ല, ആശുപത്രികളിൽ മരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറി പറഞ്ഞ ഒരാൾ, എന്റെ സ്നേഹിതൻ, പഞ്ഞി വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടി വന്നു. കോട്ടൺ പഞ്ഞി, ഞാൻ തെളിവ് തരാം. കോട്ടൺ വാങ്ങിച്ചുകൊണ്ട് വന്നു, പുറത്തുനിന്ന് കോട്ടൺ മേടിക്കേണ്ടി വന്നു, സൂചി വാങ്ങിക്കേണ്ടി വന്നു. പല സ്ഥലത്തും ഒരു കാര്യമില്ല. ഇന്നിപ്പോ ഒരു രാവിലെ റിപ്പോർട്ട് കളമശ്ശേരിയിൽ നിന്നും തോളിലെ ഒരു ഞരമ്പിന് പ്രശ്നമാണ്, അതിന് കീ ഹോൾ സർജറി ചെയ്യണം, 90,000 രൂപ കൊടുക്കാൻ പറയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ. സാധത്തെ ഇടപെട്ട് അവിടുത്തെ സൂപ്രണ്ടിനെ വിളിച്ചു പേഷ്യന്റിനെ അങ്ങോട്ട് പറഞ്ഞുവിടാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തോളല്ല ഒരു ഞരമ്പിന് കീ ഹോൾ ചെയ്യാൻ അവിടെ ചെല്ലുന്ന പേഷ്യന്റ് 90,000 രൂപ കൊടുക്കണമെങ്കിൽ പിന്നെ എന്തിനാ സർ സർക്കാർ ആശുപത്രിയിൽ പോണ്? ഞങ്ങൾ സർക്കാർ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തണം, സർക്കാർ ആശുപത്രികൾ ശ്രദ്ധിക്കണം. അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് പോവുകയാണ്. പബ്ലിക് ഹെൽത്ത് വളരെ മോശമായി പോവുകയാണ്. സാംക്രമിക രോഗങ്ങളും സാംക്രമികമല്ലാത്ത രോഗങ്ങളും വർദ്ധിക്കുകയാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടുകയാണ്. ഗൗരവതരമായ പഠനം നടത്തി അതിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ഈ ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിൽ നിന്ന് രക്ഷിക്കണ്ടേ? വെന്റിലേറ്റർ പഴയ കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? സാറി, മന്ത്രി മുഴുവൻ ചെയ്യുന്നത് പഴയ കണക്കാണ്. ഈ അമീബിക്ക് മസ്തിഷ്ക ജ്വരം എങ്ങനെയാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല, ആർക്കും അറിയില്ല. നമ്മളെ വിളിച്ച ആളുകൾ ചോദിക്കുന്നുണ്ട്, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? മറ്റേത് അങ്ങനെയാണോ? ഇവിടെ കോവിഡ്, ഞാൻ എല്ലാത്തിനൊന്നും മറുപടി പറയുന്നില്ല. കോവിഡിന്റെ കാലമൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായിരുന്ന 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരിച്ച 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. 1ാമത്തെ മഹാരാഷ്ട്രയുടെ പോപ്പുലേഷൻ കേരളത്തിന്റെ 3 ഇരട്ടിയ 9.5 കോടി ആണ്. 28,000 പേര് മരിച്ചത് ഒളിപ്പിച്ചു വെച്ച സർക്കാരാണ്. ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഒരു മിനിറ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്തു. ഞങ്ങളിവിടെ പുറത്തു കൊണ്ടുവന്ന് ഇവിടെ ആദ്യത്തെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോ ചക്ക വീണാണ് ആള് ചത്തതെന്ന് പറഞ്ഞ മന്ത്രിയാണ്. പിന്നീട് 28,000 പേരുടെ പേര് നിങ്ങളുടെ ആദ്യത്തെ സർക്കാർ ഒളിപ്പിച്ചു വെച്ച 28,000 പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് പിന്നെ പുറത്തു വന്നല്ലോ. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. ആ 28,000 പേരുടെ പേര് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് 28,000 പേരുടെ പേര് പുറത്തു വന്നത്. എന്നിട്ട് ഇപ്പോഴും കോവിഡിൽ മുഴുവൻ നടന്നത് കൊള്ളയും കവർച്ചയുമാണ്. കൊള്ളയും കവർച്ചയുമാണ്. മനസ്സിലായില്ലേ? മരണ വീട്ടിൽ പോക്കറ്റ് അടിച്ചു, വിശ്വനാഥ് പറഞ്ഞതുപോലെ. അങ്ങേക്ക് കൂടുതൽ ശബ്ദം ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി എടുക്കണം. എവിടെയല്ല, ഞങ്ങൾ സംസാരിക്കുമ്പോ ബഹളമൊന്നും ഇയാൾക്ക് കൂടുതൽ ശബ്ദം ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി എടുക്കണം. സഭയിൽ വന്നിട്ടല്ല ഇവിടെ കാണിക്കുന്നതായിരുന്നു. അങ്ങനെ വരട്ടും ശബ്ദം കാണിച്ചു. അതുകൊണ്ട് കോവിഡ് കാലത്തെ ഒന്നൊരു ക്രെഡിറ്റ് എടുക്കണ്ട. ഈ കാലഘട്ടത്തിൽ ആരോഗ്യ കേരളത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരിക്കുകയാണ്. കേരളത്തിലെ സാധാരണക്കാർ, പാവപ്പെട്ടവർ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും ആശ്രയിക്കുമ്പോൾ അവർക്ക് അവിടെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തിരമായി ഈ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അമീബിക് മസ്തിഷ്ക ജ്വരം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതിന്റെ കൃത്യമായ പ്രോട്ടോക്കോളും കാര്യങ്ങളും ജനങ്ങളെ അറിയിച്ച് ജനങ്ങളെ ആശങ്കയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും രക്ഷിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.